പ്രിയമുള്ളവരെ, അങ്ങനെ IPL എന്ന മഹാമകം തുടങ്ങാൻ പോവുകയാണ്. മാർച്ച് 22-ാം തീയതി നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് ആദ്യ മത്സരം എന്നാണ് അറിവായിട്ടുള്ളത്. അപ്പോൾ IPLുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും അപ്ഡേറ്റഡായി ഇനി മുതൽ നമ്മുടെ ചാനലിലുണ്ടാകും. ഈ മാമാങ്കത്തിനൊപ്പം സീക്ക് സ്പോർട്സും സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ട ടീമുകളെ പറ്റിയും ഇഷ്ട താരങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റഡായി എത്രയും വേഗം എത്തിക്കുന്നതാണ്. കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ആദ്യമായി IPL കളിക്കുന്ന മലയാളികളെക്കുറിച്ച് നാം നോക്കാം. ഇത്തവണ എത്ര മലയാളികളാണ് IPLിൽ എടുത്തിരിക്കുന്നത്, ആരൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, കേവലം ആകെ സഞ്ജുവിനെ കൂടാതെ 3 മലയാളി താരങ്ങളെ, അതായത് KCEയുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് മാത്രമേ കളിക്കുന്നുള്ളൂ. കരുൺ നായർ കളിക്കുന്നുണ്ട്, പക്ഷേ അത് വിദർഭൻ ടീമിൻ്റെ അംഗമാണല്ലോ അദ്ദേഹം. ഇപ്പോൾ സഞ്ജുവിനെ കൂടാതെ ഈ 3 പേരാണ് IPL ഇത്തവണ കളിക്കുന്നത്. സീസൺ അവർക്ക് മുന്നിൽ ഓരോ മാച്ചിനും വഴി തുറക്കട്ടെ, 11 അംഗ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയേറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. IPLിലെ 18-ാം സീസണിനാണ് ഈ മാർച്ചിൽ തുടക്കമാകുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള 10 ടീമുകളാണ് ഏറ്റുമുട്ടുന്നതെന്ന് നമുക്കറിയാം. കേരളത്തിന് അതിൽ പങ്കാളിത്തമില്ല. മുമ്പുണ്ടായിരുന്നു കൊച്ചിൻ ടസ്കേഴ്സ്. എങ്കിലും ഒരു ക്യാപ്റ്റനും 3 താരങ്ങളുമായി മലയാളത്തിൻ്റെ പ്രതിനിധികളായി ഈ സീസണിലുണ്ട്. തുടർച്ചയായ 5-ാം സീസണിലും രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായി സഞ്ജു സാംസനാണ്. കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന അംഗവും ഇന്ത്യൻ ടീമിലെ പുലിയും. 168 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം IPLിൽ 4419 റൺസ് നേടിയിട്ടുണ്ട്. ഇതിൽ 3 സെഞ്ചുറികളും 25 അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. 82 ക്യാച്ചുകളും 13 സ്റ്റംപിങ്ങുകളും വിക്കറ്റ് കീപ്പർ ബാറ്ററായ താരം നേടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിച്ച കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി 4 വർഷത്തിന് ശേഷം IPLിൽ തിരിച്ചെത്തുകയാണ്. IPLിൽ 19 മത്സരങ്ങളിൽ നിന്ന് 144 റൺസ് മാത്രമാണ് താരത്തിൻ്റെ സമ്പാദ്യം. എന്നാൽ ഇത്തവണ കേരളത്തിനായി രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, സയ്യിദ് മുസ്താഖ് അലി ട്രോഫി തുടങ്ങിയ ടൂർണമെൻറ്റുകളെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. സച്ചിൻ ബേബി ഇക്കുറി സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലുണ്ട്. മെഗാ താരലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്കാണ് കേരള ക്യാപ്റ്റനെ ഹൈദരാബാദ് സ്വന്തമാക്കിയത്. പഞ്ചാബ് കിങ്സിന് വേണ്ടി കളിക്കാനിറങ്ങുന്ന വിഷ്ണു വിനോദ് ആണ് മറ്റൊരു മലയാളി താരം. 95 ലക്ഷം രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ഇത്തവണ വിഷ്ണു വിനോദിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. 2017 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി IPL അരങ്ങേറ്റം കുറിച്ച വിഷ്ണു 2021 ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും 2022 സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെയും താരമായിരുന്നു. എന്നാൽ 2 സീസണിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളത്തിലിറങ്ങാനിരിക്കുന്ന വിഘ്നേഷ് പുത്തൂറാണ് 4ാമത്തെ മലയാളി. ചൈനാമാൻ ബോളറായ വിഘ്നേഷിനു കഴിഞ്ഞ വർഷത്തെ കേരള ക്രിക്കറ്റ് ലീഗിലെ മികച്ച പ്രകടനമാണ് IPLിലേക്ക് വഴി തുറന്നത്. 23-കാരൻ വിഘ്നേഷിന് അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്കാണ് മുംബൈ സ്വന്തമാക്കിയത്. പ്രിയപ്പെട്ടവരെ, സഞ്ജുവിനെ കൂടാതെ മറ്റു താരങ്ങൾക്കും അവസരം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സദയം നിങ്ങൾ ക്ഷമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.